വാശി വൈരാഗ്യം ഒക്കെ വെച്ച് നടക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇവര് പറഞ്ഞതേ ഉള്ളൂ നമ്മളെ ജീവിതം, ഇവര് പറഞ്ഞത് മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതം. കാര്യം 4-5 ദിവസമായിട്ട് ആരാണെന്ന് തിരിച്ചറിയാത്ത രീതിയിലേക്ക് ബോഡികൾ ഇരിപ്പുണ്ട്. മുഖമൊക്കെ വികൃതമായിട്ടുണ്ടാവില്ലേ? ശരിക്കും വികൃതം എന്ന വാക്ക് മതിയാവില്ല, കാരണം തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഓരോ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പെട്ടിട്ടുണ്ടെന്നാണ്. കാരണം അവരുടെ കൈകളിലൊക്കെ ഇങ്ങനെ ഓന്നൊക്കെ എഴുതിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ സാധാരണ അങ്ങനെ എഴുതാറില്ല. നമ്മൾ ചാനലിൽ നിന്ന് കാണുന്നേക്ക് അപ്പുറമാണ് നമുക്ക് ഇവിടെ നേരിട്ട് കാണുന്നത്. വളരെ ഇടനെഞ്ച് പൊട്ടുന്ന കുറെ കാര്യങ്ങളാണ്. ഇവിടെ ഒരു പിന്നെ ഇത് ഏതൊക്കെ ബോഡി, ആരുടെയൊക്കെ ബോഡി, ഏത് മതം ഒന്നും ആരും തിരയുന്നില്ല. മുഖത്തിന്റെ ഷേപ്പോ അതുപോലെ തല നഷ്ടപ്പെട്ടിട്ട്, കാല് നഷ്ടപ്പെട്ടിട്ട്, കൈ നഷ്ടപ്പെട്ടിട്ട് ഒട്ടും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണ് ബോഡികൾ ഓരോന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടു. ഇന്ന് നമുക്ക് മോർച്ചറിയിലാണ് ഡ്യൂട്ടി. അപ്പോ അങ്ങനെ കൊണ്ടുവരുന്ന ബോഡികൾ ക്ലീൻ ചെയ്ത് അത് വേറെ ടേബിളിലേക്ക്, പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് അങ്ങോട്ട് മാറ്റുകയും അതുപോലെ അതിനുശേഷം ഓരോ സ്ത്രീകളുടേത് നമ്മൾ ഏറ്റുവാങ്ങിയിട്ട് ഇപ്പൊ ഏത് മതമാണെന്നൊന്നുമില്ല, അത് മനുഷ്യന്റെ ബോഡിയാണല്ലേ. അപ്പൊ ഇന്നലെ വരെ നമ്മളെ പോലെ ഉണ്ടും എല്ലാ പ്രതീക്ഷകളോടും കിട്ടുന്ന ബോഡികൾ അതിൻ്റെതായ രീതിയിൽ ക്ലീൻ ചെയ്ത് പിന്നെ ജാതിഭേദ വ്യത്യാസമില്ലാതെ കൃത്യമായിട്ട് അതിന്റെ സംസ്കരണ ക്രിയകൾ ചെയ്തു കൊടുക്കാണ്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ജാതിയില്ല, മതമില്ല, നിറമില്ല. ആ കുട്ടിയാണോ ആദ്യം സംസാരിച്ച കുട്ടിയാണോ? അതെ, ആദ്യം ഇത് അറിയിച്ച കുട്ടിയാണോ? ജീവിച്ചിരിപ്പില്ല അപ്പോ ആ കുട്ടിയിലെ അവളെ ആ ചുറ്റുവട്ടത്തിലെ കുടുംബങ്ങളൊക്കെ അവളെ വീട്ടിൽ സേഫ് ആണെന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്താണ്. അവസാനം വീണ്ടും വന്ന ഉരുൾപൊട്ടലിലാണ് അവൾ അതിൽ പെട്ടുപോകുന്നത്. നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ മേപ്പാടിയിലാണ്. ഇവിടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ഉണ്ട്. അപ്പോ മൃതശരീരങ്ങൾ ശരിക്കും അത് ഭംഗിയോടെ അത് അത്തരം കാര്യങ്ങളൊക്കെ നിർവഹിക്കുക എന്നുള്ള രീതിയിലേക്കാണ് കുറെ സ്ത്രീകള്, പല സംഘടനകളുടെ സ്ത്രീകൾ, ടീം വെൽഫെയർ, യൂണിറ്റി, അതുപോലെ തന്നെ എന്താണ് പറയാ IRW, ഇത്തരം സംഘടനകളൊക്കെ ശരിക്കും ഇവിടെ നിൽക്കുന്നത് സ്ത്രീകളാണ്. ഇവർ പ്രത്യേകിച്ച് ഒരു ജോലി ചെയ്യുന്ന ആളുകളാണ്. അതായത് സാധാരണ കാണാതായ ആളുകളെ തിരിച്ചു കൊണ്ടുവന്ന് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളാണ് നിങ്ങൾ, അല്ലേ? അതുപോലെ തന്നെ അതിനോടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള ആളുകളാണ്. എത്ര വർഷമായിട്ട് ഈ ഫീൽഡിൽ നിങ്ങളുണ്ട്? 5 വർഷത്തിന് മേലായിട്ട് ടീം വെൽഫെയർ എന്ന ഉണ്ടല്ലേ? എവിടുന്ന് ഇന്ന് എത്ര ദിവസമായിട്ട് നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? ഇവിടേക്ക് ഇന്നാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോ MSA ഓഡിറ്റോറിയത്തിലെ മോർച്ചറിയിലെ അടുത്ത് നിന്നിട്ടാണ് അവൾ സംസാരിക്കുന്നത്. ഇവിടെ എത്തിയിട്ടുള്ള ബോഡികൾ, പാർട്സ് ആയിട്ടുള്ള ബോഡികളെല്ലാം മലപ്പുറം പോത്തുകല്ലിൽ, നിലമ്പൂരിലെ പോത്തുകല്ലിൽ നിന്ന് IRWന്റെയും ടീം വെൽഫെയറിന്റെയും വനിതകളാണ് അവിടുന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ട ഒരു വേദനാജനകമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ കാലുകൾ മാത്രമായിട്ടുള്ളത്, ഒരു ഓം എഴുതിയിട്ടുള്ള ഒരു ബോഡി അവിടെ കണ്ടു കാലിന്റെ മുകളിൽ. അപ്പൊ അത് അവരുടെ ഭാര്യക്ക് ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഒരു ബോഡിയാണ്. അപ്പൊ അവരുടെ ഭാര്യക്ക് കാണിച്ചു കൊടുക്കുമ്പോ അവർക്ക് പറയുന്നത് വെച്ചാൽ ഇത് വ്യക്തമല്ല, ഇതിന്റെ സ്റ്റൈൽ ഇതല്ല. എന്നിട്ട് വേറൊരു ബംഗാളി വന്ന് നോക്കുമ്പോ അവര് സ്ഥിരീകരിക്കും. ബംഗാളികൾ ഒരുപാട് പെട്ടിട്ടുണ്ടോ ശരിക്കും? അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പെട്ടിട്ടുണ്ടെന്നാണ്. കാരണം അവരുടെ കൈകളിലൊക്കെ ഇങ്ങനെ ഓന്നൊക്കെ എഴുതിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ സാധാരണ അങ്ങനെ എഴുതാറില്ല. അപ്പോ എന്നിട്ട് അവര് തിരിച്ചറിയുകയും ഒരു ബോഡി എങ്ങനെയാണ് പിന്നെ കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ അത് കാണുമ്പോഴുള്ള ഒരു രംഗം വളരെ വേദനാജനകമായ ഒന്നാണ്. അപ്പൊ ഇവിടെയുള്ള സ്ത്രീകള് എല്ലാ ഇടങ്ങളിലും ഉണ്ട്. ഇതുപോലെ ബോഡി പിന്നെ പരിപാലനം, അതുപോലെ തന്നെ ഇവിടെ ഫുഡ് എത്തിക്കുന്നതില്, ക്ലീൻ ചെയ്യുന്നതില്, വേണ്ട കൗൺസിലിംഗ്, ഡോക്ടർ സംവിധാനം, എല്ലാ ഇടങ്ങളിലും പിറ്റേ ദിവസം തന്നെ ഈ മേപ്പാടിയിലായിക്കോട്ടെ, നിലമ്പൂരിൽ പോത്തുകൾ സ്ത്രീകൾ സജീവമാണ്. എനിക്ക് പറയാനുള്ളത് ഇവിടെയുള്ള ഒരു ഐക്യമാണ്. ഇവിടെ നമ്മൾക്ക് കാണുന്ന എല്ലാ സംഘടനകളും വളരെ ഐക്യത്തോടു കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. മാത്രമല്ല, ഇന്ന് നമ്മൾ മലപ്പുറത്ത് നിന്ന് പുലർച്ചെ 2 മണിക്ക് ഇവിടെ എത്തുമ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഫുഡ് തരുന്നത് യൂണിറ്റി എന്ന യൂണിഫോം ധരിച്ചിട്ടുള്ള സ്ത്രീകൾ നമ്മളെ വിളിച്ചുകൊണ്ടേ ഫുഡ് തരുന്നു. അതേപോലെ തന്നെ മേപ്പാടി പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആണ് ടീം വെൽഫെയറിന്റെ ക്യാമ്പുള്ളത്. അവിടെ ഫുഡ് കൊടുക്കുന്നത്
ഈ പിന്നെ പോലീസ് സ്റ്റേഷനിലെ ഒത്തിരി പോലീസുകാരെല്ലാം ഇവിടെ എല്ലാവരും കൂടെ നല്ല ഒത്തൊരുമയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തൊരുമയിൽ വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വേദനാജനകമായ പല കാര്യങ്ങളും നമ്മൾ ചാനലിൽ നിന്ന് കാണുന്നേക്ക് അപ്പുറമാണ് നമുക്ക് ഇവിടെ നേരിട്ട് കാണുന്നത്. നേരിട്ട് കാണുന്നത് വളരെ ഇടനെഞ്ച് പൊട്ടുന്ന കുറെ കാര്യങ്ങളാണ്. ഇവിടെ ഒരു പിന്നെ ഇത് ഏതൊക്കെ ബോഡി, ആരുടെയൊക്കെ ബോഡി, ഏത് മതം ഒന്നും ആരും തിരയുന്നില്ല. ഇവിടെ മനുഷ്യനാണ് ഇവിടെ പ്രാമുഖ്യം കൊടുക്കുന്നത്. ഇന്നലെ ഇവിടെ ഒരു ക്രിസ്തു മതത്തിൽപ്പെട്ട ഒരു ബോഡി വന്നു. നമ്മൾ ഈ തട്ടമിട്ട് IRWന്റെ വളണ്ടീസ് ആണ് അവിടെ ഇരുന്നിട്ട് അത് പിന്നെ പരിപാലനമൊക്കെ ചെയ്ത് അവര് സങ്കടം ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ സന്തോഷം അവിടെ അറിയിക്കുകയാണ്. അപ്പോൾ പിന്നെ എല്ലാവരും ഈ രംഗത്ത്, പ്രത്യേകിച്ച് സ്ത്രീകളടക്കം ഉള്ളത്, കാരണം സ്ത്രീകളുടെ ബോഡിയൊക്കെ എത്തുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു അറിയാലോ, നമുക്ക് പാല് കൊടുക്കാനൊക്കെ തയ്യാറായിട്ടുള്ള സ്ത്രീകള്, അതിന് വരെ ആക്രമണം നടത്തുന്ന ആളുകളുണ്ട് ഇവിടെ. അത് നമ്മൾ വല്ലാത്ത രീതിയിൽ കാണേണ്ട വിഷയം തന്നെയാണ്. അപ്പൊ ശ്രദ്ധിക്കാണ്ട് വെച്ചാൽ സ്ത്രീകൾക്ക് വലിയൊരു പങ്കുണ്ട്. ഈ പാല് കൊടുക്കുക എന്നുള്ള ആ ഒരു ദുരന്ത മുഖത്ത് നിന്നുകൊണ്ട് സ്ത്രീകൾക്ക് വലിയ റോളാണുള്ളത്. അപ്പൊ എന്റെ ഈ സംസാരം കേൾക്കുന്നല്ല, ഈ രംഗത്തേക്ക് എല്ലാവരും കടന്നു വരണം. താങ്കൾ പറയുന്ന പോലെ ഒരു ബോഡി കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? നമ്മള് മുഴുവനായിട്ടും മണ്ണിൽ കുളിച്ച്, അതുപോലെ ചെവിയിലും മൂക്കിലും ഒക്കെ മണ്ണ് കയറിയിട്ട് അത്യന്തം, അതുപോലെ ആ ഒരു ഒഴുക്കിന്റെ ശക്തിയില് മുഖത്തിന്റെ ഷേപ്പോ, അതുപോലെ തല നഷ്ടപ്പെട്ടിട്ട്, കാല് നഷ്ടപ്പെട്ടിട്ട്, കൈ നഷ്ടപ്പെട്ടിട്ട് ഒട്ടും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണ് ബോഡികൾ ഓരോന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടു. ഇന്ന് നമുക്ക് മോർച്ചറിയിലാണ് ഡ്യൂട്ടി. അപ്പോ അങ്ങനെ കൊണ്ടുവരുന്ന ബോഡികൾ ക്ലീൻ ചെയ്ത് അത് വേറൊരു ടേബിളിലേക്ക്, പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് അങ്ങോട്ട് മാറ്റുകയും, അതുപോലെ അതിനുശേഷം ഓരോ സ്ത്രീകളുടേത് നമ്മൾ ഏറ്റുവാങ്ങിയിട്ട്, ഇപ്പൊ ഏത് മതമാണെന്നൊന്നുമില്ല, അത് മനുഷ്യന്റെ ബോഡിയാണല്ലേ. അപ്പൊ ഇന്നലെ വരെ നമ്മളെ പോലെ ഉണ്ടും എല്ലാ പ്രതീക്ഷകളോടും നാളത്തെ ഒരു വരവേൽക്കാനിരിക്കുന്ന കുടുംബങ്ങളാണ്. നഷ്ടപ്പെട്ടു പോയത് സാധാരണക്കാരായ കുടുംബങ്ങളുണ്ട് അല്ലെ, കുറച്ച് എന്താ പറയാ സാമ്പത്തികമുള്ളവരുണ്ട്. ഒരു ദിവസം കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അവരൊന്നും ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇത്തരം ഒരു വിഷലിപ്തമായ സംസാരങ്ങള് സാധാരണ ലെവലിലേക്ക് ഇത് എപ്പോഴും രണ്ട് ഭാഗങ്ങളുണ്ടാവും. ഈ രണ്ട് ഭാഗങ്ങളിൽ ശരിക്കും ക്രൂരമായ ഒരു വേർഷൻ ഉണ്ടാവും. ആ വേർഷനായി കണ്ടാൽ മതി. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് വലിയൊരു ചിന്തയുടെ സൈദ്ധാന്തികനായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അത് ശരിയായില്ല, അദ്ദേഹം കൂടെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. അതെ, വളരെ ബാലിശമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ട് നമ്മൾ ഇതിനു മുമ്പും കണ്ടതാണ്. കേരളം ഇതുപോലുള്ള ഒരുപാട് ദുരന്തങ്ങൾക്ക് മുന്നും സാക്ഷിയായിട്ടുണ്ട്. അവിടെയും അത്തരം മേഖലകളിലൊക്കെ എന്താ പറയാ, കൈമെയ് മറന്ന് ഒറ്റക്കെട്ടായിട്ട് ഇതുപോലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇത്തരം സേവനങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നതും. അവിടെ ഏത് മതമാണെന്നോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. കഴിയുന്നത് മനുഷ്യനാൽ സാധ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ ഇത്തരം മൃതദേഹങ്ങളെ ഏത് മതത്തിലായാലും അത് ഒരു എല്ലാ ആദരവോടും കൂടി ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഏറ്റവും ആദരവോടുകൂടി, ഏറ്റവും ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് അവരവരുടെ കുടുംബങ്ങളിലേക്ക് കൈമാറുന്ന ഒരു ഉത്തരവാദിത്തമാണ്. വാശി വൈരാഗ്യം ഒക്കെ വെച്ച് നടക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇവര് പറഞ്ഞതേ ഉള്ളൂ നമ്മളെ ജീവിതം, ഇവര് പറഞ്ഞത് മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതം. കാര്യം 4-5 ദിവസമായിട്ട് ആരാണെന്ന് തിരിച്ചറിയാത്ത രീതിയിലേക്ക് ബോഡികൾ ഇരിപ്പുണ്ട്. മുഖമൊക്കെ വികൃതമായിട്ടുണ്ടാവില്ലേ? ശരിക്കും വികൃതം എന്ന വാക്ക് മതിയാവില്ല, കാരണം തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഓരോ ബോഡി പാർട്സ് പലതും ഇല്ല. ഇത്രേ ഉള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്താണ് പറയാ, ഇതേ ദേഷ്യങ്ങളും, കുറെ ആളുകളൊക്കെ ദേഷ്യങ്ങളൊക്കെ വെച്ച് നടക്കുന്ന, വാശിയും ദേഷ്യവും ഒക്കെ വെച്ച് നടക്കുന്ന ആളുകളുണ്ട്. ഇവരോടൊക്കെ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ജീവിതം ഇത്രയേ ഉള്ളൂ. സാമ്പത്തികത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മതത്തിന്റെയോ ജാതിയുടെയോ വ്യത്യാസത്തില് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും അതൊക്കെ വെറും അർത്ഥശൂന്യമാണ്. നിങ്ങൾ ഏത് സംഘടനയുടെ ആളാണ്? IRW അല്ലെ? എന്താണ് നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? IRW കഴിഞ്ഞ ബുധനാഴ്ച മുതൽ കിട്ടുന്ന ബോഡികൾ അതിന്റേതായ രീതിയിൽ ക്ലീൻ ചെയ്ത്, പിന്നെ ജാതിഭേദ വ്യത്യാസമില്ലാതെ കൃത്യമായിട്ട് അതിന്റെ സംസ്കരണ ക്രിയകൾ ചെയ്തു കൊടുക്കാണ്. അതിൽ ഇന്നലെ 3 ചെയ്തതിൽ ഇവിടുത്തെ ചൂരമലയിലെ ഏറ്റവും പ്രിയപ്പെട്ട, എല്ലാവർക്കും വേണ്ടപ്പെട്ട നീതു എന്ന് പറഞ്ഞ ഒരു നേഴ്സ്, അവള് ആ സമയത്ത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ലൈവ് ഇട്ടുങ്ങാട്ട് ഞങ്ങളെ രക്ഷിക്കൂന്ന് പറഞ്ഞാട്ട്. ആ കുട്ടിയാണോ ആദ്യം സംസാരിച്ച കുട്ടിയാണോ? അതെ, ആദ്യം ഇത് അറിയിച്ച കുട്ടിയാണോ? ജീവിച്ചിരിപ്പില്ല അപ്പോ ആ കുട്ടിയിലെ? അവളാ ചുറ്റുവട്ടത്തിലെ കുടുംബങ്ങളൊക്കെ അവളെ വീട്ടിൽ സേഫ് ആണെന്ന് പറഞ്ഞാട്ട് വിളിച്ചു വരുത്താണ്. അവസാനം വീണ്ടും വന്ന ഉരുൾപൊട്ടലിലാണ് അവൾ അതിൽ പെട്ടു പോകുന്നത്. എന്നിട്ടും അവള് വാർത്ത ക്യാമ്പിൽ ഉണ്ടാവും എന്നുള്ളതിൽ
അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞിട്ട് ഇന്നലെ ഞങ്ങളെ കയ്യിലേക്ക് എത്തുന്ന സമയത്ത് അമ്മയുടെ ഏച്ചിൻ്റെ മോള് ഞങ്ങളെ കൂടെ ഉണ്ട്. അവൾ പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വേണ്ട വിധത്തിൽ നിങ്ങൾ ചെയ്യൂ, ഇതുവരെ നിങ്ങൾ ചെയ്തതുപോലെ ചെയ്യുക. അപ്പം നമുക്ക് ചെയ്യുന്ന രൂപത്തിലൊക്കെ ചെയ്തു കൊടുത്തു. കാരണം നമുക്കറിയാം ആ ബോഡി ഒന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അത്രയും പ്രയാസമാണ്. അവളുടെ തലയിലുള്ള മുടിയുടെ ഒരു ഇത് കണ്ടിട്ടാണ് അവർ തിരിച്ചറിയുന്നത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്ത് പ്രാർത്ഥനകളൊക്കെ നടത്തി, ഇനി നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞപ്പം അവരുടേതായ രീതിയിൽ അവരുടെ ഡ്രസ്സൊക്കെ വെച്ച് കൊണ്ട് അവരുടെ ബോക്സിലേക്ക് വെച്ച് അവർക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ അവരും ചെയ്ത് വളരെയേറെ സന്തോഷം. അവർക്ക് ഞങ്ങളെ കെട്ടിപ്പിടിച്ചങ്ങാട്ട് അവർ വാരിപ്പുണരാണ്. കാരണം അത്രയും പ്രയാസമുള്ള ആ ഒരു ഇത് ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത് അവർക്ക് ചെയ്തു കൊടുത്തപ്പം ഇവിടെ എനിക്ക് പറയാനുള്ളത് ജാതി മത വ്യത്യാസമില്ലാതെ, അതായത് ഒരു പൂന്തോട്ടത്തിലെ വിവിധ വർണ്ണ പുഷ്പങ്ങളെ പോലെ ഞാനിവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് പല രീതിയിലുള്ള പല വേഷത്തിലും പല യൂണിഫോമുകൾ ധരിച്ച ആളുകളെ കണ്ടപ്പം ഇതിങ്ങനെ കോർത്തിണങ്ങി ഒരു സംഭവം നടന്ന ഒരു ദുരന്തം നടന്നാൽ അവിടെ മനുഷ്യന്മാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയമോ ഒന്നുമില്ല, രക്തബന്ധുക്കളെ പോലെ ചേർത്ത് വരാനും. ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ ഓരോരുത്തരെ കാണുമ്പോൾ മനസ്സിൽ വേദന ഉണ്ടെങ്കിലും ഒരു അർപ്പോ വെറുപ്പോ ഇല്ല. കാരണം ഇതൊക്കെ എന്റെ രക്തങ്ങളാണ്, എന്റെ ബന്ധുക്കളാണ്, എന്റെ കൂടപ്പിറപ്പുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വാക്കുകൾ തന്നെ മതി ശരിക്കും മനുഷ്യനാണെങ്കിൽ മനസ്സിലാക്കാൻ എന്നാ പറയുന്നത്. മനുഷ്യർ വെറും നിസ്സാരരാണെന്ന് മനസ്സിലാക്കാൻ രാത്രിയിൽ സുഖമായി വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കുമ്പോൾ ചാലിയാറിലാണ് അവരുടെ മൃതശരീരങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ സഹായം കൂടാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. ഇത്രയും ദിവസത്തെ ആ ഒരു ഉരുൾപൊട്ടലിന്റെ ശേഷമുള്ള എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു സന്തോഷം തന്നെയാണ്. കാരണം ഞങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾക്ക് എല്ലാ അർത്ഥത്തിലും പിന്നോട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് എല്ലാത്തിനും മുന്നോട്ട് വരാൻ എല്ലാവരും സന്നദ്ധരായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്നിപ്പോൾ സ്ത്രീകളുടെ ഈ ഒരു കൂട്ടായ്മ കാണുന്നത്. ഇവർ പറഞ്ഞതുപോലെ കുറേ സന്നദ്ധ സംഘടനകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ജാതിയില്ല, മതമില്ല, നിറമില്ല, ഒന്നുമില്ലാതെ നമ്മൾ ഓരോരുത്തരുടെയും ഭക്ഷണം അവർക്ക് മനുഷ്യനെല്ലാവർക്കും വിശപ്പ് ഒന്നാണ്. ആ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് ഞങ്ങൾക്ക് ഏറെ ചെയ്യാൻ സാധിച്ചു. 24 മണിക്കൂറും ഞങ്ങളിവിടെ സജ്ജരാണ്. യൂണിറ്റി വളണ്ടിയർമാർ അതിന് എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി തീർച്ചയായും കേരളം ഒറ്റക്കെട്ടാണ് എന്ന് തെളിയുന്നതിനപ്പുറത്തേക്ക് ഇത്തരം രീതിയിലേക്ക് നമ്മളൊക്കെ മാറി നിൽക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും ഈ ഇത്തരം പരിപാലനം എന്ന് പറയുന്നത്. വല്ലാത്ത രീതിയിലേക്കുള്ള പേടി, എനിക്കൊക്കെ വലിയ രീതിയിലേക്ക് പേടിയുള്ള സംഭവമാണ്, ഞാൻ തുറന്നു തന്നെ പറയാണ്. അതിലേക്ക് തന്നെ കുറെ സ്ത്രീകൾ ഒരുമിച്ച് ഞങ്ങൾ ചെയ്യാമെന്ന് പറയുന്നത്, കുറെ സംഘടനകൾ ശരിക്കും ഞങ്ങൾ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങളോടൊക്കെ ശരിക്കും പ്രതികരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഇവിടെ ഇങ്ങനെയാണ് ബായ്, അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ ആരും തളരാൻ വേണ്ടി പോകുന്നില്ല, ആരും കഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ഇനി ഇത്രയേറെ സംഭവങ്ങൾ ഉണ്ടായാൽ പോലും എത്രയും പെട്ടെന്ന് അത് തിരിച്ച് വല്ലാത്ത രീതിയിലേക്ക്, പഴയ രീതിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രാർത്ഥിക്കുന്ന കുറെ ആളുകളുണ്ട്. ഒരുപാട് സഹായങ്ങളാണ് ശരിക്കും വയനാട്ടിന് വേണ്ടി വന്നത്. ഒരുപാട് ആളുകൾ, അതായത് തീരാത്ത കടപ്പാട് വെച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ. അത് വളരെ എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്. അപ്പോ എന്തായാലും ഇവിടെ കേരളത്തിന്റെ ഒരു കെട്ടുറപ്പ് തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ പറയാം, ഇതൊക്കെ ഒരു മാതൃകയാണ്. പിന്നെ വളർന്നു വരുന്ന ആളുകളോട് ഞാൻ പറയാണ്, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇത്തരം സംഭവങ്ങളിലേക്ക് ഇറങ്ങി വരണം. ഇത്തരം സംഭവങ്ങളൊക്കെ ശരിക്കും സമൂഹത്തിന് ആവശ്യമാണ് എന്നുള്ളൊരു കണ്ടെത്തലാണല്ലോ ശരിക്കും ഇവരൊക്കെ ഇതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം.